ഹലോ, നമ്മളിന്ന് ഇവിടെ പറയാൻ പോകുന്നത് ലൈൻ ഗ്രാഫാണ്. ലൈൻ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ വിത്ത് ഈച്ച് ഗ്രാഫ് ജി വി അസോസിയേറ്റ് അനദർ ഗ്രാഫ് എൽ ഓഫ് ജി കോൾഡ് ദ ലൈൻ ഗ്രാഫ് ഓഫ് ജി ഇൻ വിച്ച് വി ഓഫ് എൽ ഓഫ് ജി ഈക്വൽ ടു ഇ ഓഫ് ജി വിത്ത് ടു വെർട്ടിസസ് അഡ്ജസൻറ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദേ ആർ അഡ്ജസൻറ്റ് എഡ്ജസ് ഓഫ് ജി. ദ വെർട്ടെക്സ് സെറ്റ് ഓഫ് എൽ ഓഫ് ജി ഇസ് ഇൻ 1 കറസ്പോണ്ട്സ് വിത്ത് എഡ്ജ് സെറ്റ് ഓഫ് ജി. എന്ന് വെച്ചാൽ ഒരു ജി എന്ന് പറഞ്ഞ ഗ്രാഫിൻ്റെ ലൈൻ ഗ്രാഫ് എന്ന് വെച്ചാൽ ജി എന്ന് പറഞ്ഞാൽ ഗ്രാഫിൻ്റെ എഡ്ജുകളുടെ എണ്ണം എന്ന് പറയുന്നത് ലൈൻ ഗ്രാഫിൻ്റെ വെർട്ടക്സുകളുടെ എണ്ണമായിരിക്കും. എന്ന് വെച്ചാൽ രണ്ട് വെർട്ടക്സ് എൽ ഓഫ് ജി എന്ന് പറഞ്ഞ ഗ്രാഫിൽ രണ്ട് വെർട്ടക്സ് അഡ്ജസൻ്റ് ആവണമെങ്കിൽ ജിയിൽ ആ രണ്ട് എഡ്ജുകൾ അഡ്ജസൻ്റ് ആയിരിക്കണം. നമുക്കിവിടെ എക്സാമ്പിൾ കാണാൻ പറയും. ജി വണ്ണിൻ്റെ ലൈൻ ഗ്രാഫ് എൽ ഓഫ് ജി വണ്ണും പിന്നെ ജി ടുവിൻ്റെ ലൈൻ ഗ്രാഫ് എൽ ഓഫ് ജി ടുവും തന്നിട്ടുണ്ട്. അടുത്തായി നമുക്കൊരു നോട്ടുണ്ട്. ആ നോട്ടിൽ നമ്മൾ ടേംസ് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുമെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പം നമ്മൾ എം എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ ഗ്രാഫിന്ന് റെപ്രസെൻ്റ് ചെയ്യും. എന്ന് വെച്ചാൽ എഡ്ജുകളുടെ എണ്ണം. പിന്നെ പാത്തിനെ പി എൻ എന്നും പിന്നെ പി എൻ എന്ന് വെച്ചാൽ എൻ വെർട്ടക്സ് ഉള്ള പാത്ത് പി എൻ എന്നും പിന്നെ സി എൻ എന്ന് പറഞ്ഞാൽ സൈക്കിൾ ഓഫ് എൻ വെർട്ടക്സ് എന്ന് വെച്ചാൽ എൻ വെർട്ടക്സുകളുള്ള സൈക്കിളിനെയും റെപ്രസെൻ്റ് ചെയ്യുന്നു. ഡിഗ്രി ഓഫ് എ വെർട്ടക്സ് വി എന്ന് പറഞ്ഞാൽ ഡി ഓഫ് വി ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. പിന്നെ ഒരു ലൈൻ ഗ്രാഫ് എപ്പോഴും ഒരു സിമ്പിൾ ഗ്രാഫ് ആയിരിക്കും. അടുത്തായി നമുക്ക് പറയാനുള്ള പ്രോപ്പർട്ടീസ് ഓഫ് ലൈൻ ഗ്രാഫാണ്. ഇതിൻ്റെ അകത്തൊരു തിയറം ഉണ്ട്. ഇഫ് ജി ഈസ് കണക്റ്റഡ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് എൽ ഓഫ് ജി ഈസ് കണക്റ്റഡ്. അപ്പോൾ ആദ്യം നമ്മൾ ജി കണക്റ്റഡ് ആണെന്ന് എടുക്കുന്നു. അപ്പം ജി കണക്റ്റഡ് ആണെങ്കിൽ അതിനകത്തുള്ള എല്ലാ വെർട്ടിസസും കണക്റ്റഡ് ആയിരിക്കും. അപ്പം ലൈൻ ഗ്രാഫിൻ്റെ ഡെഫിനിഷൻ വഴി അപ്പം ദ അഡ്ജസൻറ്റ് എഡ്ജസ് ഓഫ് ജി ആർ അഡ്ജസൻറ്റ് വെർട്ടിസസ് ഓഫ് എൽ ഓഫ് ജി എന്ന് വെച്ചാൽ ജീൻ്റെ അകത്തുള്ള എല്ലാ അഡ്ജസൻറ്റ് എഡ്ജസും എൽ ഓഫ് ജിയുടെ വെർട്ടിസസ് തമ്മിൽ അഡ്ജസൻ്റ് ആയിരിക്കും. എൽ ഓഫ് ജിയുടെ വെർട്ടിസസ് തമ്മിൽ അഡ്ജസൻ്റ് ആയിരിക്കും. ദെൻ അപ്പോൾ നമുക്കൊരു പാത്ത് നമുക്ക് കിട്ടും. അപ്പം എൽ ഓഫ് ജി കണക്റ്റഡ് ആണെന്ന് പറയാൻ പറ്റും. അടുത്തായി നമുക്ക് എൽ ഓഫ് ജി കണക്റ്റഡ് ആണെന്ന് അസ്യൂം ചെയ്യാം. അപ്പം നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ജി കണക്റ്റഡ് ആണ്. അപ്പം ആദ്യം നമ്മൾ സപ്പോസ് ചെയ്യുക ജി കണക്റ്റഡ് അല്ല എന്ന്. അപ്പം ഏതെങ്കിലും ഒരു വെർട്ടിസസ് തമ്മിൽ കണക്റ്റഡ് അല്ല, ഒരു പാത്തുമായിട്ട് കണക്ട് ചെയ്തിട്ടില്ല എന്ന് നമ്മൾ പറയുക. അപ്പം അപ്പോൾ പാത്ത് തമ്മിൽ കണക്ട് ചെയ്തില്ലെങ്കിൽ രണ്ട് കമ്പോണൻസ് ആയിട്ട് പിരിയും. അപ്പം നമ്മൾ ആദ്യത്തെ കമ്പോണൻറ്റ് ഒരു എഡ്ജ് എടുക്കുക. അപ്പം അതിൻ്റെ അകത്ത് ഒരു എഡ്ജ് രണ്ടാമത്തെ കമ്പോണൻറ്റ് അടുത്ത എഡ്ജുമായിട്ട് അഡ്ജസൻ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഒരു അഡ്ജസൻ്റ് ആയിട്ടൊരു എഡ്ജ് ഇല്ല ഫസ്റ്റ് കമ്പോണൻറ്റ് സെക്കൻഡ് കമ്പോണൻറ്റിലേക്ക്. അപ്പോൾ നമ്മൾ അതിൻ്റെ ലൈൻ ഗ്രാഫ് വരച്ചാൽ രണ്ട് കമ്പോണൻ്റായിട്ട് ലൈൻ ഗ്രാഫ് മാറും. അപ്പോൾ അതൊരു കോൺട്രഡിക്ഷനാണ്. നമ്മൾ അസ്യൂം ചെയ്തത് എൽ ഓഫ് ജി കണക്റ്റഡ് ആണെന്നാണ്. അപ്പം നമുക്ക് കിട്ടിയത് എൽ ഓഫ് ജി നോട്ട് കണക്റ്റഡ് ആണെന്നാണ്, ഡിസ്കണക്റ്റഡ് ആണെന്നാണ്. അപ്പം അതൊരു കോൺട്രഡിക്ഷനാണ്. അപ്പം ജി കണക്റ്റഡ് ആണെന്ന് നമുക്ക് കിട്ടും. അപ്പം അടുത്ത തിയറി എന്ന് പറഞ്ഞാൽ എച്ച് ഇസ് എ സബ് ഗ്രാഫ് ഓഫ് ജി ദെൻ എൽ ഓഫ് എച്ച് ഈസ് എ സബ് ഗ്രാഫ് ഓഫ് എൽ ഓഫ് ജി. അപ്പം ഇത് നമ്മൾ പിക്ചർ വഴിയാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. എച്ച് ഇസ് സബ്സെറ്റ് ഓഫ് ജി ആൻഡ് ലൈൻ ഗ്രാഫ് എൽ ഓഫ് ജി ഇൻക്ലൂഡ്സ് എൽ ഓഫ് എച്ച് ഓൾസോ എൽ ഓഫ് എച്ച് സബ്സെറ്റ് ഓഫ് എൽ ഓഫ് ജി എന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന എക്സാമ്പിൾ വഴിയാണ് ഇത് പ്രൂവ് ചെയ്യുന്നത്. അപ്പം ഈ എച്ചിൻ്റെയും ജീൻ്റെയും പ്രത്യേകത എന്ന് വെച്ചാൽ അതിൻ്റെ ലൈൻ ഗ്രാഫ് അത് തന്നെയാണ്. മീൻസ് ലൈൻ ഗ്രാഫ് രണ്ടും സെയിം ആണ്. അപ്പം എച്ചിൻ്റെ സബ്സെറ്റ് ജിയുമാണ്, ജീൻ്റെ സബ്സെറ്റ് എച്ചും ആണ്, എൽ ഓഫ് ജിയുടെ സബ്സെറ്റ് എൽ ഓഫ് എച്ചും ആണ്. അടുത്ത പറയാനുള്ള ഇത് എഡ്ജസ് ഇൻസിഡൻറ്റ് ഓൺ എ വെർട്ടെക്സ് ഓഫ് ജി ഗിവ് റൈസ് ടു എ മാക്സിമം കംപ്ലീറ്റ് സബ് ഗ്രാഫ് ഓഫ് എൽ ഓഫ് ജി. ഒരു മാക്സിമം കംപ്ലീറ്റ് സബ് ഗ്രാഫ് ഉണ്ടാക്കും. അപ്പോൾ ജി ഒരു ഗ്രാഫാന്ന് പറയാം, എൽ ഓഫ് ജി ഒരു ലൈൻ ഗ്രാഫാന്ന് പറയാം. അപ്പം ജീൻ്റെ അകത്ത് എല്ലാ എഡ്ജുകളും ഒരു വെർട്ടെക്സിലേക്ക് അഡ്ജസൻ്റ് ആണെങ്കിൽ അപ്പം അത് ലൈൻ ഗ്രാഫ് ആകുമ്പം ആ എഡ്ജുകൾ തമ്മിൽ അഡ്ജസൻ്റ് ആയിരിക്കും. അപ്പം
ഈ എഡ്ജുകൾ തമ്മിൽ അഡ്ജസൻ്റ് ആവുമ്പം അതൊരു മാക്സിമൽ കംപ്ലീറ്റ് സബ് ഗ്രാഫ് പ്രൊഡ്യൂസ് ചെയ്യും. അടുത്തൊരു ഡെഫിനേഷനാണ് ഇഫ് ഇ ഈക്വൽ ടു യു വി ഇസ് എ എഡ്ജ് ഓഫ് എ സിമ്പിൾ ഗ്രാഫ് ജി, ദ എഡ്ജ് ഓഫ് ഇ ഇൻ എൽ ഓഫ് ജി ഇസ് ദ സെയിം നമ്പർ ഓഫ് ജി അഡ്ജസൻറ്റ് ടു ഇ ഇൻ ജി, ദ നമ്പർ ഓഫ് ഡി ഓഫ് യു പ്ലസ് ഡി ജി ഓഫ് വി മൈനസ് 2. ഹെൻസ് ഡി ഓഫ് എൽ ഓഫ് ജി ഓഫ് ഇ ഈക്വൽ ടു ഡി ജി ഓഫ് യു പ്ലസ് ഡി ജി ഓഫ് വി മൈനസ് 2. എന്ന് വെച്ചാൽ ഇ എന്ന് പറഞ്ഞൊരു എഡ്ജ്, ജീൻ്റെ അകത്തൊരു സിമ്പിൾ ജി എന്ന് പറഞ്ഞ ഗ്രാഫിലെ എഡ്ജാണ് ഇ എന്ന് വെച്ചാൽ യും വിയും വെർട്ടെക്സുകളാണ്. അപ്പം ദ ഡിഗ്രി ഓഫ് ഇൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് ഇ എന്ന് പറഞ്ഞ വെർട്ടെക്സ് ആയിരിക്കും. അപ്പം ഇ എന്ന് പറഞ്ഞൊരു എഡ്ജ്, ഇ എന്ന് പറയുന്നത് ജിയിലെ ഒരു എഡ്ജ് ആണെങ്കിൽ ഇ എന്ന് പറയുന്നത് എൽ ഓഫ് ജിയുടെ ഒരു വെർട്ടെക്സാണ്. ആ വെർട്ടെക്സിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് എത്ര ആ ജി എന്ന് പറയുന്ന ഗ്രാഫിൽ ഇയോട് അഡ്ജസ്റ്റൻ്റ് എത്ര എഡ്ജുകളുണ്ടോ അതായിരിക്കും. അതെന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് യു പ്ലസ് ഡിഗ്രി ഓഫ് വി മൈനസ് 2 ആയിരിക്കും. ജി ആൻഡ് എൽ ഓഫ് ജിയും ഹാവ് ദ സെയിം നമ്പർ ഓഫ് കണക്റ്റഡ് കോമ്പൗണ്ട് ഇഫ് ജി ഹാസ് നോ ഐസൊലേറ്റഡ് വെർട്ടെക്സ്. അപ്പം ജിക്ക് ഒരു ഐസൊലേറ്റഡ് വെർട്ടെക്സ് ഇല്ലെങ്കിൽ അപ്പോൾ ജിയും എൽ ഓഫ് ജിക്ക് ഹാവ് സെയിം നമ്പർ ഓഫ് കണക്റ്റഡ് കോമ്പൗണ്ട്സ് ഉണ്ടാവും. അടുത്തൊരു തിയറാണ് എൽ ഓഫ് പി ഓഫ് എൻ ഈസ് equivalent to P of n minus 1 for all n greater than or equal to 1. എന്ന് വെച്ചാൽ എൽ ഓഫ് പി ഓഫ് എന്നും പി എൻ മൈനസ് വണ്ണും ഈക്വൽ ആണെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. ഈക്വൽ ഉണ്ടാകുന്നതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ പി എന്ന് പറയുന്നത് കണ്ടെയ്ൻസ് എൻ വെർട്ടിക്സസ് എൻ മൈനസ് 1 എഡ്ജസ് ഉണ്ടാവും. അപ്പം അതിൻ്റെ ലൈൻ ഗ്രാഫിന് പറഞ്ഞാൽ എൻ മൈനസ് 1 വെർട്ടെക്സും എൻ മൈനസ് 2 എഡ്ജസും ഉണ്ടാവും. ഓൾസോ പി എൻ മൈനസ് 1 കണ്ടെയ്ൻസ് എന്ന് വെച്ചാൽ പി എൻ മൈനസ് 1 കണ്ടെയ്ൻസ് എൻ മൈനസ് 1 വെർട്ടിക്സസ് എൻ മൈനസ് 2 എഡ്ജസും ഉണ്ടാവും. അപ്പം ഇതുവഴി നമുക്ക് എൽ ഓഫ് പി ഓഫ് എൻ ആൻഡ് പി എൻ മൈനസ് 1 ഹാവ് ദ സെയിം ഡിഗ്രി സീക്വൻസ് ആണ് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഒരു 1 കറസ്പോണ്ടൻസ് എൽ ഓഫ് പി എന്നും പി എൻ മൈനസ് 1ഉം തമ്മിലുണ്ടാവും. അപ്പം നമുക്ക് അഡ്ജസൻസി പ്രിസർവ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അടുത്തത് എൽ ഓഫ് കെ 3 ഈസ് ഈക്വലൻ ടു എൽ ഓഫ് കെ 1 3. K3 contains 3 വെർട്ടിസസും ആൻഡ് 3 എഡ്ജസും ആണ് K3ക്കുള്ള. And the line graph contains 3 vertices and 3 edges. Similarly, K13 contains 4 vertices and 3 edges, and the line graph contains 3 vertices and 3 edges. This implies both L of K3 and L of K13 have the same number of vertices and edges, also have the same degree sequence. So there is a one-more correspondence in V of L of K3 into V of L of K13 and E of L of K3 into E of L of K13 and preserves adjacency. എന്ന് വെച്ചാൽ K3 എന്ന് വെച്ചാൽ 3 വെർട്ടിസസും 3 എഡ്ജസും ഉണ്ടാവും. ആൻഡ് അതിൻ്റെ ലൈൻ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ 3 വെർട്ടിസസും 3 എഡ്ജും ഉണ്ടാവും. അപ്പം സിമിലർലി K13 എന്ന് പറയുന്നത് നമുക്കറിയാം 4 വെർട്ടിസസും 3 എഡ്ജസും ആണുള്ളത്. അതിൻ്റെ ലൈൻ ഗ്രാഫ് എന്ന് വെച്ചാൽ 3 വെർട്ടിസസും 3 എഡ്ജസും ഉണ്ടാവും. അപ്പോൾ നമുക്ക് L of K3 and L of K1 have the same number of vertices and edges, also have the same degree sequenceും ആണ് നമുക്ക് കാണാൻ സാധിക്കും. സോ ദർ ഈസ് അപ്പോൾ ഒരു വൺ കറസ്പോണ്ടൻസ് ബിറ്റ്വീൻ V of L of K3 ഇൻറ്റു V of L of K13 ആൻഡ് E of L of K3 ഇൻറ്റു E of L of K13 ആൻഡ് പ്രിസർവ് അഡ്ജസൻസി. അപ്പോൾ ഇത് രണ്ടും 1 കറസ്പോണ്ടൻസ് അതിൻ്റെ വെർട്ടെക്സ് സെറ്റും എഡ്ജ് സെറ്റുമായിട്ട് 1 കറസ്പോണ്ടൻസ് ആണ്. അപ്പോൾ നമുക്ക് അഡ്ജസൻസി പ്രിസർവ് ചെയ്യാൻ സാധിക്കും. ഇതാണ് അതിൻ്റെ എക്സാമ്പിൾ. K3 L of K3യുടെ K3ൻ്റെ ലൈൻ ഗ്രാഫാണ് L of K3, K13ൻ്റെ ലൈൻ ഗ്രാഫാണ് L of K1. അപ്പം ഇത് രണ്ടും ഈക്വലാണ്, സെയിമാണ്. അപ്പം അത് ഈക്വലൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. The line graph of a simple graph G is a path if and only if G is a path. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള. അപ്പോൾ
ജി ബി എ പാത്ത് ഓഫ് പി എൻ ഓൺ എൻ വെർട്ടിസസ്. എൻ വെർട്ടിസസ് ഉള്ള ഒരു പാത്താണ് പി എൻ. ദെൻ ക്ലിയർലി എൽ ഓഫ് ജി ഹാസ് എന്ന് വെച്ചാൽ നമുക്ക് നേരത്തെ അറിയാം എൽ ഓഫ് ജി ഹാസ് പി എൻ മൈനസ് വൺ ഓൺ എൻ മൈനസ് വൺ വെർട്ടിസസ് ഉള്ള പി എൻ മൈനസ് വൺ പാത്തുള്ളൊരു ഗ്രാഫാണ് എൽ ഓഫ് ജി എന്ന് നമുക്ക് നേരത്തെ അറിയാം. അപ്പോൾ അത് പ്രൂവ് ചെയ്തു. പിന്നെ കോൺവേഴ്സ് ആയിട്ടൊന്ന് പ്രൂവ് ചെയ്യണേ. അപ്പം വി ഓഫ് ജി ഈസ് ബി എ പാത്ത്, then no vertex of G is greater than 2, because if G has a degree greater than 2, because if G is a vertex of G greater than 2, the edges incident into V would complete subgraph of L of G, that leads to 3 vertices. Hence G must either a cycle or a path, but G cannot be a cycle because the line graph of cycle is within a cycle. അപ്പോൾ ജി എന്ന് പറയുന്ന ഗ്രാഫ് എൻ വെർട്ടിസുണ്ട്. അപ്പം എൽ ഓഫ് ജി പി എൻ മൈനസ് വൺ വെർട്ടിസാണ്. അപ്പം അത് പ്രൂവ് ചെയ്തു. അപ്പം കോൺവേഴ്സ് സപ്പോസ് വി ഓഫ് എൽ ഓഫ് ജി. അപ്പോൾ നമ്മളൊരു വി ഓഫ് ജി വെർട്ടെക്സ് സെറ്റ് എടുക്കുക. വെർട്ടിസസ് ഓഫ് എ ഗ്രാഫ് ജി എടുക്കുക. അപ്പം ഒരു വെർട്ടെക്സിൻ്റെ ഡിഗ്രി ഗ്രേറ്റർ ദാൻ 2 ആവില്ല. ഇപ്പം ഗ്രേറ്റർ ദാൻ 2 ആയാൽ it would have ഒരു കംപ്ലീറ്റ് ഗ്രാഫ് ഉണ്ടാവും. ഗ്രേറ്റർ ദാൻ 2 ആയാൽ എഡ്ജുകളുടെ എണ്ണം കൂടും. പക്ഷെ വെർട്ടിസസിൻ്റെ എണ്ണം കൂടാതിരിക്കാൻ വേണ്ടി നമുക്കൊരു സൈക്കിള് ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ ഒരു കംപ്ലീറ്റ് സബ് ഗ്രാഫ് ഓഫ് എൽ ഓഫ് ജി ഉണ്ടാവും വിത്ത് അറ്റ്ലീസ്റ്റ് 3 വെർട്ടിസസ് ഉള്ള. അപ്പം ജി മസ്റ്റ് ഒരു സൈക്കിളോ പാത്താവും. അപ്പം ജി കനോട്ട് ബി എ സൈക്കിൾ ബിക്കോസ് ദ ലൈൻ ഗ്രാഫ് ഓഫ് എ സൈക്കിൾ ഈസ് അഗെയിൻ എ സൈക്കിൾ. അപ്പം ഇതെന്തായാലും ജി ഒരു പാത്തായിരിക്കും. ഇഫ് ജി ഈസ് എ സൈക്കിൾ ഓഫ് ലെങ്ത് ദെൻ എൽ ഓഫ് ജി ഈസ് ഓൾസോ എ സൈക്കിൾ ഓഫ് ലെങ്ത്. അപ്പോൾ സപ്പോസ് ജി ഈസ് എ സൈക്കിൾ ഓഫ് ലെങ്ത് ആയിട്ട് സപ്പോസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ വെർട്ടെക്സ് സെറ്റ് വി ഓഫ് ജി എന്ന് വെച്ചാൽ വി1 വി2 എക്സ്ട്രാ വി എന്നും, അപ്പോൾ എഡ്ജ് സെറ്റ് എന്ന് വെച്ചാൽ ഇ ഓഫ് ജി എന്ന് പറഞ്ഞാൽ ഇ1 ഇ2 എക്സ്ട്രാ ഇ എന്നും. അപ്പം ഒരു സൈക്കിൾ നമ്മൾ മനസ്സിലായി ഇ1 ഇ1 വി2 ഇ2 എക്സെട്രാ വി എൻ വി1. അപ്പം വി ഓഫ് എൽ ഓഫ് ജി എന്ന് വെച്ചാൽ ഇ ഓഫ് ജി ആയിരിക്കും. എന്ന് വെച്ചാൽ ലൈൻ ഗ്രാഫിൻ്റെ വെർട്ടെക്സ് എന്ന് പറഞ്ഞാൽ ജിയിലെ എഡ്ജുകളുടെ എണ്ണമായിരിക്കും. അപ്പോൾ ഇ1 ഇ2 എക്സ്ട്രാ ഇ എന്ന് പറഞ്ഞാൽ വെർട്ടെക്സുകളായിരിക്കും എൽ ഓഫ് ജിയിൽ. അപ്പം ഇ ഐ മൈനസ് വൺ ഇ ഐ അഡ്ജസൻ്റ് ആയിരിക്കും ഫോർ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു അഡ്ജസൻ്റ് ജി. അപ്പം വി ഗെറ്റ് ഇ ഐ മൈനസ് വൺ ഇ ഐ ബാർ എന്ന് പറയുന്ന ഒരു വെർട്ടെക്സ് ആണ് എൽ ഓഫ് ജിയുടെ ഒരു എഡ്ജാണ്. അപ്പോൾ 2 ലെസ് ദാൻ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. സിൻസ് ഇ ഐ ഇ വൺ ആൻഡ് E1 ആൻഡ് EN ആ കോമൺ വെർട്ടെക്സ് ഇൻ വി. വി എന്ന് പറഞ്ഞൊരു വെർട്ടെക്സിന് കോമൺ ആയിട്ടാണ് E1ഉം EN ഉള്ളത്. അപ്പം E1 EN എന്ന് പറയുന്നത് ഒരു എഡ്ജാണ് എൽ ഓഫ് ജിയിൽ. അപ്പം E1 E2 E2 E3 എക്സെട്ര EN E1 എന്ന് പറഞ്ഞാൽ എല്ലാം ഇ ഓഫ് എൽ ഓഫ് ജിയിലെ എൽ ഓഫ് ജിയിലെ എഡ്ജുകളായിരിക്കും. അപ്പം സിൻസ് ദർ ആർ ഓൺലി എഡ്ജസ് ഇൻ എൽ ഓഫ് ജി വി ഗെറ്റ് ദാറ്റ് ഇ ഓഫ് എൽ ഓഫ് ജി ഈക്വൽ ടു E1 E2 ബാർ E2 E3 ബാർ എക്സെട്ര EN മൈനസ് വൺ EN ബാർ EN E1 ബാർ എന്ന് പറഞ്ഞാൽ ഇ ഓഫ് എൽ ഓഫ് ജിയിലെ വെർട്ടെക്സുകളായിരിക്കും. അപ്പം എൽ ഓഫ് ജി സൈക്കിൾ ഓഫ് ലെങ്ത് എൽ ഓഫ് ജി എന്ന് പറഞ്ഞൊരു സൈക്കിളായിരിക്കും. ലെങ്ത് എന്നുള്ള ഒരു സൈക്കിളായിരിക്കും. നമുക്ക് അടുത്ത നോക്കാം. ലെറ്റ് ജി ബി എ ഗ്രാഫ് ആൻഡ് പി ബി എ വെർട്ടെക്സ് ആൻഡ് ക്യൂ എഡ്ജസ് ദെൻ എൽ ഓഫ് ജി ആസ് ക്യൂ വെർട്ടിസസ് ആൻഡ് 1/2 സിഗ്മ ഈക്വൽ 1 to n ഡി ഐ സ്ക്വയർ മൈനസ് സം എഡ്ജസ്. അത് നമുക്ക് പ്രൂവ് ചെയ്യാം. ജി ഒരു സിമ്പിൾ ഗ്രാഫാണ്. അപ്പം സം ഓഫ് ഡിഗ്രീസ് ഓഫ് വെർട്ടിസസ് ഓഫ് എ ലൈൻ ഗ്രാഫ് ഈസ് ഈക്വൽ ടു സിഗ്മ ഇ ബിലോങ്സ് ടു വി ഓഫ് എൽ ഓഫ് ജി ഡി ഓഫ് എൽ ഓഫ് ജി ഓഫ് ഇ sigma uv belongs to e of g dg of u plus dg of u minus 2 equal to sigma u belongs to e of g dg of u square minus 2m of g. എന്ന് വെച്ചാൽ ആദ്യം ജിയുടെ സിമ്പിൾ ഗ്രാഫ് എന്ന് എടുക്കാം. സം ഓഫ് ഡിഗ്രീസ് ഓഫ് വെർട്ടിസ് ഓഫ് എ ലൈൻ ഗ്രാഫിൻ്റെ
ഡിഗ്രി ഓഫ് വെർട്ടിസസ് എന്ന് വെച്ചാൽ ഇ ആണ്. അപ്പം ഇകളുടെ എല്ലാം സമ്മായിരിക്കും സം ഓഫ് ഡിഗ്രീസ് ഓഫ് വെർട്ടിസസ് ഓഫ് എ ലൈൻ ഗ്രാഫ്. അപ്പം ഡി ജി ഓഫ് എൽ ഓഫ് ഇ എന്ന് പറഞ്ഞാൽ ഡി ജി ഓഫ് യു പ്ലസ് ഡി ജി ഓഫ് വി മൈനസ് ഡി ഓഫ് എൽ ഓഫ് ജി ഓഫ് ഇ എന്ന് പറഞ്ഞാൽ ഡി ജി ഓഫ് യു പ്ലസ് ഡി ജി ഓഫ് ഇ മൈനസ് 2. അതിൻ്റെ സിഗ്മ ആയിരിക്കും. യു വി ബിലോങ്സ് ടു എൽ വി ഓഫ് ജി ആയിരിക്കും. അപ്പോൾ ഡി വൺ ഡി ടു എക്സ്ട്രാ ഡി എൻ എന്ന് വെച്ചാൽ ഡിഗ്രി സീക്വൻസ് ഓഫ് ജി, ഡി വൺ ഡി ടു എക്സ്ട്രാ ഡി എൻ ആണ് ഡിഗ്രി സീക്വൻസ് ഓഫ് ജി ആയിരിക്കും. അപ്പോൾ എം ഈക്വൽ ടു എം ഓഫ് ജി, ദ ഡിഗ്രി ഓഫ് വെർട്ടിസസ് ഓഫ് vertices of a graph is twice the number of edges. Degree of vertices of a graph is twice the number of edges. അപ്പോൾ ഈ സിഗ്മ ഡി യു വി ബിലോങ്സ് ടു യു ഓഫ് ജി ഡി ജി ഓഫ് യു പ്ലസ് ഡി ജി ഓഫ് ഇ മൈനസ് 2 ഈക്വൽ ടു സിഗ്മ യു ബിലോങ്സ് ടു യു ഓഫ് ജി ഡി ജി ഓഫ് യു സ്ക്വയർ മൈനസ് 2mg എന്ന് പറഞ്ഞാൽ ആ ഇക്വേഷനെ അടുത്ത ഇക്വേഷനിലേക്ക് വരാൻ വേണ്ടി നമ്മൾ 2 എക്സാമ്പിൾ എടുത്ത് ചെയ്യുന്നു. അപ്പം ഇത് രണ്ടും ചെയ്യുമ്പം അത് പ്രൂവ്ഡാണ്. എന്ന് വെച്ചാൽ G1 എല്ലാം യു വിയും G1 നിന്ന് എടുക്കുക. അപ്പം യു വി അപ്പം E3യുടെ വാല്യൂ എന്ന് വെച്ചാൽ ഇ ഓഫ് എന്ന് വെച്ചാൽ ഒരെഡ്ജിന് യുവിന് 3 ഉണ്ട്. അപ്പം യുവിന് 3 പിന്നെ വിക്ക് 1. അപ്പം 3 + 1 4 - 2 എന്ന് വെച്ചാൽ 2 ആകും. അപ്പം 2 + 2 അപ്പം 6 വരും. അപ്പം ഇതിൻ്റെ വാല്യൂ 6 ആയിരിക്കും. അപ്പം രണ്ടാമത്തെ ഇക്വേഷൻ സിഗ്മ യു ബിലോങ്സ് ടു യു ഓഫ് ജി ഡി ജി ഓഫ് യു സ്ക്വയർ മൈനസ് 2m ഓഫ് ജി എടുക്കുക. അപ്പം എം ഓഫ് ജി എന്തായാലും 3 ആയിരിക്കും. 3 × 6 ആയിരിക്കും 2m ഓഫ് ജി എന്ന് പറയാം. അപ്പം 6. അപ്പം സിഗ്മ യു ബിലോങ്സ് ടു യു ഓഫ് ജി ഡി ജി ഓഫ് യു സ്ക്വയർ എന്ന് പറഞ്ഞാൽ യു എന്ന് പറഞ്ഞാൽ വെർട്ടെക്സ് ആണ്. അപ്പം 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ 9 10 11 12. അപ്പോൾ 12 വരും. 12 - 6 എന്ന് പറഞ്ഞാൽ 6 വരും. അപ്പം സിഗ്മ യു വി ബിലോങ്സ് യു ഓഫ് ജി ഡി ജി ഓഫ് യു പ്ലസ് ഡി ജി ഓഫ് യു മൈനസ് 2 ഈക്വൽ ടു സിഗ്മ യു ബിലോങ്സ് ടു യു ഓഫ് ജി ഡി ജി ഓഫ് യു സ്ക്വയർ മൈനസ് 2m ഓഫ് ജി ഈക്വൽ ആയിരിക്കും. നമുക്ക് അടുത്ത G2 നോക്കാം. അപ്പം ജീൻ്റെ ഉള്ളിൽ രണ്ട് വെർട്ടെക്സ് എടുക്കുക. E4ൻ്റെ എഡ്ജിൻ്റെ അപ്പുറത്തുള്ള വെർട്ടെക്സ് എടുക്കുക. അപ്പം അപ്പുറത്തുള്ള വെർട്ടെക്സ് എടുക്കുമ്പോൾ ഒരു വെർട്ടെക്സിന് ഡിഗ്രി 3 ആകും, മറ്റേ വെർട്ടെക്സിന് ഡിഗ്രി 2 ആകും. അപ്പോൾ 3 + 5 - 2 എന്ന് വെച്ചാൽ 3 പ്ലസ് അടുത്ത E2 എഡ്ജസിൻ്റെ അപ്പുറത്തുള്ള വെർട്ടെക്സുകൾ എടുക്കുക. അപ്പോൾ ഒരെണ്ണത്തിന് 3 + 2 - 2 എന്ന് വെച്ചാൽ അതും 3 ആകും. 3 6 ആകും. അപ്പം 6 കഴിഞ്ഞ് E3ക്ക് അപ്പുറത്തുള്ള എടുക്കുക. അപ്പോൾ അത് 2 + 2 + -2 ആകും. 2 ആകും. അപ്പോൾ 3 + 3 + 2 + 3 + 1. അപ്പോൾ അത് കഴിഞ്ഞ് E1 എടുക്കുക. അപ്പം 3 + 1 എന്ന് വെച്ചാൽ 4 - 2 2 ആകും. 2 + 2 3 + 3 6. അപ്പോൾ 10 ആകും. അപ്പോൾ നമുക്ക് അടുത്ത് നോക്കാം. സിഗ്മ യു ബിലോങ്സ് ടു യു ഓഫ് ജി ഡി ജി ഓഫ് യു സ്ക്വയർ മൈനസ് 2m ഓഫ് ജി. എം ഓഫ് ജി എന്ന് വെച്ചാൽ എഡ്ജുകളുടെ എണ്ണം 1 2 3 4 4 × 8 ആയിരിക്കും. സിഗ്മ യു ബിലോങ്സ് ടു യു ഓഫ് ജി ഡി ജി ഓഫ് യു സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ 2 സ്ക്വയർ 3 സ്ക്വയർ 1 സ്ക്വയർ 1 സ്ക്വയർ 1 ആയിരിക്കും. 3 സ്ക്വയർ 9 10. അപ്പോൾ 10 ആവും. അപ്പോൾ 2 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ 4 + 4 അപ്പം 8 ആകും. അപ്പം 10 + 8 എന്ന് വെച്ചാൽ 18 - 8 10 ആകും. അപ്പം സിഗ്മ യു വി ബിലോങ്സ് യു ഓഫ് ജി ഡി ജി ഓഫ് യു മൈനസ് പ്ലസ് ഡി ജി ഓഫ് വി മൈനസ് 2 ഈക്വൽ ടു സിഗ്മ യു ബിലോങ്സ് ടു യു ഓഫ് ജി ഡി ജി ഓഫ് യു സ്ക്വയർ മൈനസ് 2m ഓഫ് ജി ഈക്വൽ ആയിരിക്കും. അപ്പോൾ D1 D2 D എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഓഫ് സീക്വൻസ് ഓഫ് ജി ആയിരിക്കും. m ഈക്വൽ ടു m ഓഫ് ജി ആയിരിക്കും. ഡിഗ്രി ഓഫ് വെർട്ടിസസ് ഓഫ് ജി ഈസ് ട്വൈസ് ദ നമ്പർ ഓഫ് എഡ്ജസ്. അപ്പോൾ നമുക്കറിയാം
നമുക്ക് ഊളേഴ്സ് തിയറം വഴി ഡിഗ്രി ഓഫ് വെർട്ടിസസ് ഓഫ് ഗ്രാഫ് ജി ഈസ് ട്വൈസ് ദ നമ്പർ ഓഫ് എഡ്ജസ്. അപ്പോൾ സിഗ്മ ഇ ബിലോങ്സ് ടു ഇ ഓഫ് ജി ഡി ജി ഓഫ് ഇ ഈക്വൽ ടു സിഗ്മ ഐ ഈക്വൽ ടു 1 to n സിഗ്മ ഡി ഐ സ്ക്വയർ മൈനസ് 2 നേരത്തെ ഇക്വേഷൻ വരാം. അപ്പോൾ ഇതിൻ്റെ വെർട്ടിസുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ ട്വൈസ് നമ്പർ ഓഫ് എഡ്ജസ് ആയിരിക്കും. അപ്പോൾ 2 into m of L of G എന്ന് സിഗ്മ ഐ ഈക്വൽ ടു 1 to n ഡി ഐ സ്ക്വയർ മൈനസ് 2m. അപ്പോൾ എം ഓഫ് ജി എന്ന് വെച്ചാൽ 1/2 സിഗ്മ ഐ ഈക്വൽ ടു 1 to n ഡി ഐ സ്ക്വയർ മൈനസ് m. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തു. അടുത്തത് ഐസോമോർഫിസം. Isomorphism at the edge isomorphism from G into H is a bijection for phi from E of G to E of S such that two edges are adjacent and only if their images are adjacent in H. And vertex isomorphism from G into H is a bijection phi from E of G to E of H such that two vertices are adjacent in G if and only if their images are adjacent in H. അപ്പം ഒരു ഗ്രാഫ് ഐസോമോർഫിസം ആണെങ്കിൽ അതിൻ്റെ എഡ്ജ് സെറ്റും വെർട്ടെക്സ് സെറ്റും ഐസോമോർഫിസം ആയിരിക്കണം. അപ്പം ഒരു അപ്പോൾ നമ്മൾ ഫൈ ഫ്രം ഇ ഓഫ് ജി ടു ഇ ഓഫ് എച്ച് എന്ന് പറഞ്ഞെടുത്തു. എഡ്ജ് ഐസോമോർഫിസം ഫ്രം ജി ഇൻറ്റു എച്ചിലേക്കും അപ്പം അടുത്തത് വെർട്ടെക്സ് ഐസോമോർഫിസം ഫ്രം ജി ഇൻറ്റു എച്ചിലേക്കും നമ്മൾ എടുത്തു. അപ്പം ഫൈ ഫ്രം ഇ ഓഫ് ജി ടു ഇ ഓഫ് എച്ച് two edges are two edge adjacent if and only if their images are adjacent in H. എന്ന് വെച്ചാൽ ജീൻ്റെ ഉള്ളൊരു എഡ്ജ് അഡ്ജസൻ്റ് ആണെങ്കിൽ അത് ഈ എച്ചിലും അഡ്ജസൻ്റ് ആയിരിക്കും. എഡ്ജിലും ദർ ഇമേജസ് ഇൻ എഡ്ജസ് അതിൻ്റെ ഇമേജ് ജീൻ്റെ ഇമേജ് എന്ന് പറഞ്ഞാൽ എച്ചിലായിരിക്കും. ആ എച്ചിലുള്ള ആ രണ്ട് വെർട്ടെക്സും തമ്മിൽ അഡ്ജസൻ്റ് ആയിരിക്കും. അപ്പം വെർട്ടെക്സും അതുപോലെ തന്നെ ഫൈ ഫ്രം വി ഓഫ് ജി ടു വി ഓഫ് എച്ചിലേക്ക് ഒരു ഐസോമോർഫിസം ഉണ്ടെങ്കിൽ ദ ടു വെർട്ടിസസ് ആർ അഡ്ജസൻറ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദർ ഇമേജസ് ആർ അഡ്ജസൻറ്റ് ഇൻ എച്ച്. ദർ ഇമേജസ് ആർ അഡ്ജസൻ്റ് ആയിരിക്കും. ഫ്രം വി ഓഫ് ജിന്ന് വി ഓഫ് എച്ചിലേക്ക് ഒരു ഐസോമോർഫിസം ഉണ്ട്. ഇത് വെർട്ടെക്സ് ഐസോമോർഫിസം ജി ഇൻറ്റു എച്ചിലേക്ക് വെർട്ടെക്സ് ഐസോമോർഫിസം എന്ന് വെച്ചാൽ ഫൈ ഫ്രം വി ഓഫ് എച്ചിലേക്ക് ടു വി ഓഫ് എച്ച്. Two vertices adjacent. Two vertices are adjacent ആണ്. if and only if their images are adjacent in H. എന്ന് വെച്ചാൽ ജീൻ്റെ അകത്തുള്ള ഇമേജസ് എച്ചിൽ അഡ്ജസൻ്റ് ആയിരിക്കും. അപ്പം നമുക്കിവിടെ രണ്ട് തിയറാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇഫ് G is a simple graph, G1, G2 are isomorphic, then L of G1 and L of G2 are isomorphic. അപ്പോൾ phi theta be the isomorphism from G1 and G2. Then phi be a bijection from E of G to E of G2, F G1 and E of G2, and show that phi is isomorphism from L of G1 and L of G2. We prove that by showing phi process adjacency and non-adjacency. Let E1 and E2 be two adjacent vertices of L of G1 and both be two adjacent vertices of L of G1. Then there exists a vertex V of G1 incident both EI and EJ, so that phi of E is a vertex incident with both phi of E and phi of EJ, and hence phi of E1 and phi of E2 are adjacent vertices in L of G2. Now let phi of EI and phi of EJ are adjacent vertices in L of G2. This means that they are adjacent in L of G2. This means that they are adjacent in edge in G2, and hence there exists a vertex V dash on G2 incident to phi of EI and phi of EJ, and phi inverse of EI is a vertex incident to both EI and EJ. That EI and EJ are adjacent vertices of L of G1. Thus EI and EA are adjacent vertices of L of G1 if and only phi of E and phi of E are adjacent vertices of L of G2, and phi is an isomorphism of L of G1 and L of G2. phi theta ബി ഐസോമോർഫിസം G1 G2ലേക്ക് ഒരു ഐസോമോർഫിസം ആണ്. അപ്പോൾ ഒരു ബൈജക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് E of G1 E of G2ലേക്ക്. അപ്പോൾ നമുക്ക് ഷോ ചെയ്യാനുള്ള ഒരു ഫൈ എന്ന് പറഞ്ഞാൽ L of G1 ആൻഡ് L of G2 തമ്മിൽ ഒരു ഐസോമോർഫിസം ഉണ്ടെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഷോ ദാറ്റ് തീറ്റ എന്ന് പറയുന്ന സാധനം അഡ്ജസൻസി പ്രിസർവ് ചെയ്യാൻ നമുക്ക് കാണിക്കണം.
നോൺ അഡ്ജസൻസിയും പ്രിസർവ് ചെയ്യാൻ നമുക്ക് പറയണം. അപ്പം EA ഇൻറ്റു EJ G1 LF G1 ഒരു 2 വെർട്ടക്സുകളാണ് EAയും EJയും. ദെൻ അപ്പോൾ ഒരു വെർട്ടക്സ് V ഉണ്ടാവും. വി ഓഫ് ജീൻ്റെ അകത്ത് G1 നിന്ന് ഒരു V നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പം എന്ന് വെച്ചാൽ EAയും EJയും ജീൻ്റെ ഉള്ളിൽ അഡ്ജസ്റ്റ് ആയിരിക്കും. അപ്പം V എന്ന് പറഞ്ഞ വെർട്ടക്സിനോട് അഡ്ജസൻ്റ് ആയിരിക്കും EAയും EJയും. അപ്പോൾ അപ്പോഴേ L of G അത് അഡ്ജസൻറ്റ് വെർട്ടക്സുകളാകാൻ പറ്റുള്ളൂ. അപ്പം ഫൈ ഓഫ് V എന്ന് പറഞ്ഞൊരു വെർട്ടക്സ് ഇൻസിഡൻറ്റ് ബോത്ത് ഫൈ ഓഫ് EAയും ഫൈ ഓഫ് ഫൈ ഓഫ് EJയും തമ്മിൽ അഡ്ജസൻ്റ് ആയിരിക്കും. ഹെൻസ് ഫൈ ഓഫ് EA ആൻഡ് ഫൈ ഓഫ് EJ ആർ അഡ്ജസൻറ്റ് വെർട്ടിസസ് ഇൻ L ഓഫ് G2. G2 അഡ്ജസൻറ്റ് വെർട്ടക്സുകളായിരിക്കും. കാരണം G2 ഒരു വെർട്ടക്സ് V ഡാഷിനോട് അഡ്ജസൻ്റ് ആയിരിക്കും ഫൈ ഓഫ് EAയും ഫൈ ഓഫ് EJയും. അപ്പം അത് ഫൈ ഓഫ് EAയും ഫൈ ഓഫ് EJയും അഡ്ജസൻറ്റ് വെർട്ടക്സുകളായിരിക്കും L ഓഫ് G2. അപ്പോൾ ഫൈ ഓഫ് EAയും ഫൈ ഓഫ് EJ അഡ്ജസൻറ്റ് വെർട്ടക്സ് L ഓഫ് G2 അഡ്ജസൻറ്റ് വെർട്ടക്സുകളാണെന്ന് നമുക്ക് പറയുന്നു. ദിസ് മീൻസ് ദേ ആർ ഇൻ L ഓഫ് G2 ഉണ്ടെന്നാണ്. വെർട്ടക്സാണ് ഫൈ ഓഫ് EAയും ഫൈ ഓഫ് EJയും. അപ്പോൾ ഇതെന്ന് വെച്ചാൽ അത് രണ്ടും അഡ്ജസൻ്റ് ആണെന്നാണ്. G2 ഒരു അഡ്ജസൻ്റ് ആയിരിക്കും. മീൻസ് ദർ എക്സിസ്റ്റ് എ വെർട്ടക്സ്, ഒരു V ഡാഷ് എന്ന് പറഞ്ഞൊരു വെർട്ടക്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അപ്പം V ഡാഷ് എന്ന് വെച്ചാൽ V എന്ന് പറഞ്ഞ വെർട്ടക്സ് G1ൻ്റെ അകത്തുണ്ട്. ആ G1ലുള്ള V എന്ന വെർട്ടക്സ് EAയും EJ എന്ന് പറഞ്ഞ 2 എഡ്ജുകളും വിയിൽ അഡ്ജസ്റ്റൻ്റ് ആണ്. അപ്പം V ഡാഷ് എന്ന് പറഞ്ഞ വെർട്ടക്സ് എന്ന് പറയുന്നത് ഫൈ ഓഫ് EA and ഫൈ ഓഫ് EJ എന്ന് പറഞ്ഞ 2 എഡ്ജുകളും V ഡാഷിൽ അഡ്ജസ്റ്റൻ്റ് ആണ് G2. അപ്പോൾ ഫൈ ഇൻവേഴ്സ് ഓഫ് V ഡാഷ് എന്ന് പറഞ്ഞാൽ ഫൈ ഇൻവേഴ്സ് ഓഫ് V ഡാഷ് എന്ന് വെച്ചാൽ V ഡാഷ് എന്ന് പറഞ്ഞാൽ G2 വെർട്ടക്സ് ആണ് V ഡാഷ്. അപ്പം ഫൈ ഇൻവേഴ്സ് ഓഫ് V ഡാഷ് എന്ന് വെച്ചാൽ അത് V ആയിരിക്കും. അപ്പോൾ ആ V എന്ന് പറഞ്ഞ വെർട്ടക്സ് EAയും EJനോട് അഡ്ജസ്റ്റൻ്റ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ EA EJ എന്ന് പറഞ്ഞാൽ എഡ്ജിനോട് അഡ്ജസ്റ്റൻ്റ് ആയിരിക്കും G1. അപ്പം L ഓഫ് G1 EAയും EJയും അഡ്ജസ്റ്റൻ്റ് വെർട്ടക്സുകളായിരിക്കും. അപ്പം EA EJ അഡ്ജസ്റ്റൻ്റ് വെർട്ടക്സ് EA and EJ are adjacent vertices in L of G1 if and only phi of EA and phi of EJ are adjacent vertices of L of G2. എന്നുവെച്ചാൽ E1 adjacent vertices of L of G1 ആണെങ്കിൽ phi of E1, phi of EA and phi of EJ are adjacent vertices of L of G2. phi is homomorphism നമുക്ക് പറയാം. കോൺവേഴ്സായിട്ട് പ്രൂവ് ചെയ്യണം. അപ്പം നമ്മൾ 2 ഗ്രാഫ് കൺസിഡർ ചെയ്യുന്നു, K3യും K13യും. The line graph എന്ന് വെച്ചാൽ L of K3 and L of K13 are isomorphic, but K3 and K13 are not isomorphic. Since there are number of vertex in G in K13, then there is no such vertex in K3. എന്ന് വെച്ചാൽ കോൺവേഴ്സ് പാർട്ട് കാരണം L of K3യും L of K13യും നമ്മൾ ഈക്വലാണ് നമ്മൾ നേരത്തെ പറഞ്ഞു. പക്ഷേ K3 is not isomorphic to K13. അപ്പം കോൺവേഴ്സ് പാർട്ട് ട്രൂ അല്ല. അടുത്ത തിയറം, എ കണക്റ്റഡ് ഗ്രാഫ് G is isomorphic if and only if its line graph കണക്റ്റഡ് ഗ്രാഫ് isomorphic to its line graph if and only if it is cycle. എന്ന് വെച്ചാൽ കണക്റ്റഡ് ഗ്രാഫ് ലൈൻ ഗ്രാഫിനോട് ഐസോമോർഫിക് ആണെങ്കിൽ അതൊരു സൈക്കിളായിരിക്കും. അപ്പം G ഒരു കണക്റ്റഡ് ഗ്രാഫ് വിത്ത് n വെർട്ടിസസ് ഉള്ളൊരു സൈക്കിള് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഒരു കണക്റ്റഡ് ഗ്രാഫ് n വെർട്ടിസസ് ഉള്ള ഒരു ഗ്രാഫ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു വിത്ത് m എഡ്ജസ്. സപ്പോസ് ദാറ്റ് G is isomorphic to its line graph. G is isomorphic to its line graph ആണെങ്കിൽ L of Gക്കും Gക്കും ഒരേ വെർട്ടക്സുകളുണ്ടായിരിക്കണം. എന്ന് വെച്ചാൽ Gൻ്റെ അകത്തുള്ള എഡ്ജുകളുടെ എണ്ണമാണ് ലൈൻ ഗ്രാഫിൽ വെർട്ടക്സുകളുടെ എണ്ണം. അപ്പം m = n ആയിരിക്കണം. then m = n, so G is a connected graph having n edges, then implies G is of the form T plus E. എന്ന് വെച്ചാൽ അപ്പം G എന്ന് പറഞ്ഞാൽ ഒരു ഫോം ആയിരിക്കും, T plus E എന്ന് പറഞ്ഞ ഫോമിലായിരിക്കണം. അപ്പം T എന്ന് പറഞ്ഞ ട്രീ ആണ്, E എന്ന് പറഞ്ഞൊരു എഡ്ജാണ്. അപ്പം
ഇ എന്ന് പറഞ്ഞ എഡ്ജ് ടീൻ്റെ അകത്തില്ല. അപ്പം ജി ഈക്വൽ ടി പ്ലസ് ഇ ഈസ് എൻ സൈക്കിൾ ഗ്രാഫ്, ദെൻ വി ആർ ഡൺ. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തൊരു സൈക്കിളാണ്. അപ്പം ടി പ്ലസ് ഇ ഒരു സൈക്കിൾ അല്ലെങ്കിൽ ദെൻ അപ്പം ടി പ്ലസ് ഇ എന്ന് പറഞ്ഞാൽ ഒരു വെർട്ടെക്സ് ഉണ്ട്. ആ വെർട്ടെക്സിന് 3യോ അതിൽ കൂടുതലോ വെർട്ടെക്സ് ഉണ്ടായിരിക്കും. അപ്പം അപ്പം 3 അതിൽ കൂടുതലുണ്ടെങ്കിൽ ഒരു 3 ലെങ്ത് ഉള്ള ഒരു സൈക്കിൾ ഫോം ചെയ്യും. അപ്പം ദർ ഇസ് എ യൂണീക്ക് സൈക്കിൾ ഇൻ ജി ഒബ്റ്റെയിൻ ബൈ ആഡിങ് എ സൈക്കിൾ. അപ്പോൾ ഒരു യൂണീക്ക് സൈക്കിള് ജീൻ്റെ അകത്ത് ഒരു യൂണീക്ക് സൈക്കിൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു സൈക്കിൾ ആഡ് ചെയ്യുമ്പം നമുക്കൊരു 2 സൈക്കിൾ കിട്ടും. അപ്പം അതൊരു കോൺട്രഡിക്ഷനാണ്. കാരണം നമ്മൾ ഒരു സൈക്കിളേ ഉള്ളൂ എന്നാണ് ആദ്യം പറഞ്ഞത്. അപ്പോൾ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ഇൻ കേസ് ടി പ്ലസ് ഇ മസ്റ്റ് ബി എ സൈക്കിൾ. അപ്പം എൽ ഓഫ് ജി ഹാസ് 2 or more edges ആണ്. വിച്ച് ഇസ് എ കോൺട്രഡിക്ഷൻ ആണ്. അപ്പോൾ ജി ഈസ് ഐസോമോർഫിക് ടു എൽ ഓഫ് ജി. ഇൻ ദി കേസ് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ആൻഡ് ടി പ്ലസ് ഇ മസ്റ്റ് ബി എ സൈക്കിൾ. അപ്പം അതിൻ്റെ കോൺവേഴ്സ് പാർട്ടാണ് പ്രൂവ് ചെയ്യുന്നത്. അപ്പം കൺസിഡർ സൈക്കിൾ വിത്ത് n edges. It has n edges and its path by its edges as vertices in L of Cn. We form a cycle with n edges. This implies that Cn and Ln are same number of vertices and edges and also have the same number of degrees secant. So there is a one correspondence between L of Cn into V of L of Cn and E of Cn and L of Cn and precise adjacency. ഒരു ഗ്രാഫ് n വെർട്ടിസുള്ള ഗ്രാഫ് കൺസിഡർ ചെയ്യാം. അപ്പം n വെർട്ടിസുള്ള ഒരു സൈക്കിള് കൺസിഡർ ചെയ്യാം. അപ്പം സൈക്കിളിൻ്റെ എഡ്ജുകളും വെർട്ടിസുകളും ഈക്വൽ ആയിരിക്കും. അപ്പം n എഡ്ജസും n വെർട്ടിസും ആ സൈക്കിളിലുണ്ടാവും. അപ്പം L of Cn വി ഫോം എ സൈക്കിൾ വിത്ത് n എഡ്ജസ്. അപ്പം n എഡ്ജസ് ആയിരിക്കും. ദിസ് ഇംപ്ലൈസ് Cn ആൻഡ് L of Cn ഹാവ് ദ സെയിം നമ്പർ ഓഫ് വെർട്ടിസസ് ആൻഡ് എഡ്ജസ്, ഓൾസോ ഹാവ് ദ സെയിം ഡിഗ്രി സീക്വൻസും നമുക്ക് കാണാൻ പറ്റും. അപ്പം ദർ ഇസ് എ വൺ മോർ കറസ്പോണ്ടൻസ് വി ഓഫ് സി എന്നും വി ഓഫ് എൽ ഓഫ് സി എന്നും ആൻഡ് വി ഓഫ് സി എൻ ആൻഡ് ഇ ഓഫ് എൽ ഓഫ് സി എൻ ഹാവ് ദ സെയിം നമ്പർ ഓഫ് edges and vertices, so they are adjacent.